അന്നാമ്മച്ചേട്ടത്തിയുടെയും ചൗരച്ചുട്ടിന്റെയും ദുരിതപൂർണമായ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാതെ ജീവിക്കേണ്ടി വന്ന പാവങ്ങളുടെ കഥയാണ് കേട്ടത്. അവരിന്ന് ജീവിച്ചിരിപ്പില്ല, എന്നാലും ജീവിച്ചിരിക്കുന്ന അതുപോലെയുള്ള സഹന സമരക്കാർ ധാരാളം പേരുണ്ട്. അവരിൽ നിന്നും വേറിട്ട് ചിന്തിക്കുന്നവരെ കൂടെ നമ്മൾക്ക് പരിചയപ്പെടാം. അങ്ങനെ ഇന്ന് വേറിട്ട് ചിന്തിക്കുന്നവരിലൂടെ നമുക്ക് ഒരുമിച്ച് പോകാം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ഓണാശംസകൾ നേർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡോക്ടർ ആയിഷയെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പരിചിതമാണ്. അവരെന്താണ് ചെയ്തത്? അവന്റെ വീടിന് മുൻപിൽ, അതായത് തന്റെ തന്നെ വീടിന് മുൻപിൽ തന്റെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ, താൻ ഭാര്യയാണ് എന്ന അവകാശം സ്ഥാപിച്ചെടുക്കാനായി സത്യാഗ്രഹം ഇരിക്കേണ്ടി വന്ന ഒരവസ്ഥ. ഇത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സാധാരണക്കാരിയൊന്നുമല്ല ഡോക്ടർ ആയിഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസവും വിവരവുമുണ്ട്, സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സ്ത്രീയും കൂടിയാണ്. അവരെയാണ് ഭർത്താവും ഒട്ടും പുറകിലില്ല. അദ്ദേഹവും ഒരു ഡോക്ടറാണെന്നാണ് അറിയപ്പെടുന്നത്. വിവരവും വിദ്യാഭ്യാസവും സമ്പത്തും ഉള്ള അവർ പോലും സ്ത്രീകളെ അല്ലെങ്കിൽ ഭാര്യയെ അവരുടെ അവകാശം നിഷേധിച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം സുഖത്തിനായി, സൗന്ദര്യം പോരെന്ന കാരണത്താൽ ഉപേക്ഷിക്കുകയും മറ്റൊരു വിവാഹം ചെയ്യുകയും ചെയ്ത അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ അവരുടെ സമുദായം തന്നെ ആ പുരുഷന്റെ ഒപ്പം നിൽക്കുന്നതായാണ് നാം കാണപ്പെടുന്നത്. അവർ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഒരു നിയമത്തിന്റെ പേരിലാണ് ഇന്ന് പുരുഷന്മാർ വിവാഹങ്ങളുടെ എണ്ണം കൂട്ടുന്നത്. അന്ന് യുദ്ധങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് പുരുഷന്മാരുടെ മരണം സംഭവിക്കുമ്പോൾ സ്ത്രീകൾ ഒറ്റപ്പെട്ടു പോവുകയും അവർക്ക് സുരക്ഷിതത്തിന് ആരും ഇല്ലാതെ വരികയും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കാം എന്നുള്ളത്. ആ ഒരു നിയമം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചുവട് പിടിച്ച് ഇന്ന് പുരുഷന്മാർ അതിൽ അവകാശം സ്ഥാപിക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് പോലെ സ്ത്രീകൾക്ക് വേണ്ടി പർദ്ദ ഉപയോഗിക്കുന്നത് പോലും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതും ഇപ്പോൾ പലതരത്തിൽ മാറ്റപ്പെടുകയാണ്. സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ആയിഷ വേറിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ അവകാശം സ്ഥാപിക്കുവാനായി ആ വീടിന് മുൻപിൽ സത്യാഗ്രഹം ഇരിക്കുകയും ചെയ്തത്. ഇനി ഞാൻ ആ പർദ്ദ വഴി മറ്റൊരു സ്ത്രീയിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആലപ്പുഴയിലേക്ക് പോകേണ്ടി വന്നു. ആലപ്പുഴയിലേക്ക് ഒരു ടെക്സ്റ്റൈൽസിൽ പോകുന്നതിനായി ബസ് കാത്തു നിന്നിട്ട് ഒരു ഫാസ്റ്റ് നോക്കി നിന്നിട്ട് എനിക്ക് കിട്ടിയത് നമ്മുടെ പ്രിയദർശിനി ബസ്സാണ്. സ്ത്രീ സൗജന്യ യാത്രയാണ്, പല സ്ഥലങ്ങളിൽ നിർത്തിയാണ് പോകുന്നത് എന്നുകൊണ്ട് ഞാൻ കയറാതിരിക്കാമെങ്കിലും ശ്രമിച്ചു. പക്ഷെ മറ്റൊരു ബസ്സും കാണാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കയറി. അങ്ങനെ ഞാൻ സീറ്റ് കിട്ടിയിരുന്നത് ഒരു സ്ത്രീയുടെ അരികത്തായിരുന്നു. അവർ ധരിച്ചിരുന്ന ഒരു ഫുൾ സ്ലീവ് ഡ്രസ്സും തലയിൽ തട്ടവും ഒക്കെ അണിഞ്ഞ് എന്നെക്കാളും അല്പം കൂടി പ്രായം തോന്നുന്ന ഒരു സ്ത്രീ. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ടെക്സ്റ്റൈൽസിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന സ്ഥലത്താണ് ഇറങ്ങേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, അങ്ങോട്ട് പോകും എന്ന് തോന്നുന്നില്ല, വള്ളംകളി ആയതുകൊണ്ട് അവിടെ ആ വഴി ബസ് പോകില്ല എന്ന് പറഞ്ഞു. ആലപ്പുഴക്കാരിയായ ഞാൻ ഈ വള്ളംകളിയുടെ കാര്യം ഓർത്തില്ല. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുകയായിരുന്നു. അങ്ങനെ ആ തിരക്കുള്ള ബസ്സിൽ എനിക്ക് സീറ്റ് നൽകി. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ആ ഇത്താത്ത ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ലിസി ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ്, ഞാനും ഫാസ്റ്റ് ആണ് എന്നോർത്താണ് ഈ ബസ്സിൽ കയറിയത്. പക്ഷെ കയറിയപ്പോഴാണ് മനസ്സിലായത് ഇത് സ്ത്രീ സൗജന്യ യാത്രയാണ്, എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തും എന്ന്. ഇത്രയും നേരമായി, ഇപ്പോഴും ഇവിടെയേ എത്തിയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു. ഞാൻ ഇറങ്ങാനുള്ള ആ ടെക്സ്റ്റൈൽസിന്റെ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞു, ശരിയാണ്, ആ വഴി ഈ ബസ് പോവുകയില്ല, എനിക്കും ആ വഴി തന്നെയാണ് പോകേണ്ടത്, ഞാൻ ഇറങ്ങുന്ന സ്ഥലം ഞാൻ പറയാം, അവിടെ എത്തുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം എന്ന് പറഞ്ഞു. കണ്ടക്ടറും കൂടി തീരുമാനമാക്കി ബസ് പോകുകയില്ല എങ്കിലും എല്ലാവർക്കും ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ബസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് എല്ലാവരെയും ഇറക്കി. അങ്ങനെ ഞാൻ പോകുന്ന വഴി പറഞ്ഞു തരാനും അവർക്ക് പോകുന്ന 1-2 കടകളിൽ കയറാനും കൂടിയായി എന്നെയും കൂടെ കൂട്ടി ആ ഇത്താത്ത റോഡിലൂടെ നടക്കുകയാണ്. അപ്പൊ പോകുമ്പോ പറഞ്ഞു, എനിക്ക് ഇതുപോലെയുള്ള, ആ കൈ കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെയുള്ള കുറച്ച് ടോപ്പുകൾ എടുക്കണം, ഞാൻ കാശ്മീരിലേക്ക് പോവുകയാണ്,
എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ നടക്കുന്ന വഴി ചോദിച്ചു, "ഇത്താത്തയ്ക്ക് ആരാണ് കാശ്മീരിൽ?" എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ആരും ഉണ്ടായിട്ടല്ല, ഞാൻ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു ടീമുണ്ട്. ആ ടീമിന്റെ പേരും അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷദ്വീപിൽ പോയിട്ട് എത്തിയതേ ഉള്ളൂ. വന്നിട്ട് ഒരു മാസം ആകാൻ പോകുന്നു. അപ്പോൾ ഇനി കാശ്മീരിൽ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ലിസി ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റുകൾ നടത്തി ഞാൻ വരികയാണ്. ഇനിയും പോകണം. പോകുന്നതിന് മുമ്പായിട്ട് കുറച്ചുകൂടി ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് കുറച്ച് ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു, അതിന് ലോങ് ടോപ്പും ഫുൾ സ്ലീവ് ഡ്രസ്സും മാത്രം മതിയോ? അപ്പോൾ സ്വെറ്ററുകളൊക്കെ വേണ്ടേ? അതൊക്കെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചു കഴിഞ്ഞു. ഞാൻ ഇതുപോലെയുള്ള യാത്രകൾ പോകുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഇവർ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങളൊരു ടീമുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടി നടന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് പറഞ്ഞു, ഞാൻ അടുത്ത് കാണുന്ന ആദ്യത്തെ 1-2 കടകൾ എനിക്ക് കയറാനുണ്ട്. എനിക്ക് ഡ്രസ്സുകൾ ഇട്ട് നോക്കി വേണം പോകാൻ. അതുകൊണ്ട് മോള് മുന്നോട്ട് നടന്നു. മോളുടെ കടയിലേക്ക് എത്താൻ ഞാൻ കുറച്ചുകൂടി താമസിക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, ഇപ്പൊ ലക്ഷദ്വീപിൽ പോയി വന്നു, കാശ്മീരിലേക്ക് പോകുന്നു, അപ്പൊ വീട്ടിൽ എന്ന് പറഞ്ഞ് ഞാനൊന്ന് നിർത്തി. അപ്പൊ പറഞ്ഞു, എനിക്ക് ഹസ്ബൻഡ് മരിച്ചുപോയി. മക്കളെയെല്ലാം ഞാൻ എന്റെ സമ്പാദ്യം കൊണ്ട് കല്യാണം കഴിച്ചു കൊടുത്തു. അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. അവരുടെ കാര്യങ്ങളെല്ലാം സുരക്ഷിതമായി. പക്ഷേ നമ്മൾ വിചാരിക്കും, ഞാൻ മക്കൾക്കുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു, എന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ ചെയ്തു. നമ്മൾ മക്കൾക്കായി തന്നെ മറന്ന് ഓരോന്ന് ചെയ്തു കൊടുക്കും. നമ്മൾ ഓർക്കും അവർക്ക് നമ്മൾ എല്ലാമാണെന്ന്. പക്ഷേ അത് മനസ്സിലാകുമ്പോഴത്തേക്കും നമ്മളുടെ ആരോഗ്യമൊക്കെ പോയിട്ടുണ്ടാവും. അവരെ സുരക്ഷിതരാക്കിയാൽ പിന്നെ നമ്മൾ അവരുടെ പിന്നാലെ പോകരുത്. അത് പറയുമ്പോൾ അവരുടെ കണ്ണൊന്ന് നിറഞ്ഞോ എന്ന് എനിക്കൊരു സംശയം തോന്നി. കാരണം രണ്ടുപേരും ഒപ്പമാണ് നടക്കുന്നത്. അപ്പൊ അതിനിടയിൽ അവർ പറഞ്ഞു, നമ്മൾ സ്വതന്ത്രരാവണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ ഫ്രീ ആയി അല്ലേ, സ്വതന്ത്രമായി എന്ന് പറഞ്ഞു. അതെ, നമ്മൾ സ്വതന്ത്രരാവണം, സുരക്ഷിതരും കൂടി ആവണം. അപ്പോ ജീവിതം ആസ്വദിക്കാനുള്ളതും കൂടിയാണ്. കടമകൾ നിറവേറ്റാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇനിയുള്ള കാലമെങ്കിലും എനിക്കായി ജീവിക്കണം എന്ന് നമ്മൾ ഓർക്കും. അവർക്ക് നമ്മൾ എല്ലാമാണെന്ന്. നമുക്ക് അവർ അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷേ കാലം കുറച്ചു നാൾ കഴിയുമ്പോൾ തെളിയിക്കും, നമുക്ക് അവരെല്ലാം ആയിരുന്നെങ്കിലും അവർക്ക് നമ്മൾ എല്ലാം ആയിരിക്കണമെന്നില്ല. നമ്മൾ മക്കൾക്കായി തന്നെ മറന്ന് എല്ലാം ചെയ്യും. അവരെ സുരക്ഷിതരാക്കിയാൽ പിന്നെ നമ്മൾ അവരുടെ പിന്നാലെ പോകരുത്. നമ്മൾ സ്വതന്ത്രരാവണം, സുരക്ഷിതരാവണം. ജീവിതം ആസ്വദിക്കാൻ കൂടിയുള്ളതാണ്, കടമകൾ നിറവേറ്റാൻ മാത്രം ഉള്ളതല്ല. ഇനിയുള്ള കാലം എനിക്കായി ജീവിക്കണം. ഈ പറഞ്ഞ സ്ത്രീ കുറച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ സ്ഥലം എത്താറായി. ഞാൻ സ്ട്രെയിറ്റ് പോവുകയാണ്. അവർ റോഡ് ക്രോസ് ചെയ്ത് കടകളുടെ ഭാഗത്തേക്ക് നീങ്ങുന്നു. അതെ, പ്രായമായവർ വേറിട്ട് ചിന്തിക്കേണ്ട സമയമായി. പുറം രാജ്യങ്ങളിലേക്കാൾ നമ്മുടെ രാജ്യത്തെ മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആണ്. കാരണം അവർ ജനിക്കുന്ന കാലം മുതൽ, അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുൻപേ തുടങ്ങും, ഇവൻ അല്ലെങ്കിൽ ഇവൾ ജനിച്ചാൽ നമ്മൾ എവിടെ, ഏത് സ്കൂളിൽ ചേർക്കണം, അവിടെ എത്ര ലക്ഷം രൂപ കെട്ടിവെക്കണം, ഇനി ജനിച്ചു കഴിഞ്ഞാലോ അവരെ എങ്ങനെ വളർത്തണം, എന്ത് കൊടുക്കണം, എന്ത് ഭക്ഷണം കഴിപ്പിക്കണം, ഏത് സ്കൂളിൽ, ഏത് സ്റ്റാൻഡേർഡിൽ എങ്ങനെ പഠിപ്പിക്കണം, അവരെ എന്തായി മാറ്റണം, മറ്റു കുട്ടികളെക്കാൾ ഇവർക്ക് എന്തെല്ലാം പ്രാധാന്യം നൽകണം, അങ്ങനെ അവർക്ക് എന്തെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം വാങ്ങിച്ച് കൊടുത്ത് അവരൊരു മാനസികമായി മാതാപിതാക്കളെക്കാളും ഉയർന്ന ചിന്താഗതിയിൽ അവരെത്തുമ്പോൾ മാതാപിതാക്കളെ അവർ അറിയാതെ പോകുന്നു. മാതാപിതാക്കളെ അറിഞ്ഞു വളരുന്ന മക്കൾ ഒരിക്കലും അവരെ കറിവേപ്പിലയോടൊപ്പം തള്ളുകയില്ല, കറിവേപ്പില എന്നതുപോലെ തള്ളുകയില്ല. ഇനി മക്കൾക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ച മാതാപിതാക്കൾ, അതും രണ്ടിലൂടെ ഒരാൾ മരണമടഞ്ഞു കഴിഞ്ഞാൽ, എങ്കിലും അതിൽ ഒരാൾ മരണമടഞ്ഞാലും ഒറ്റയ്ക്കാണെങ്കിൽ പോലും തന്റെ സുരക്ഷിതത്വമോ തന്റെ സുഖമോ നോക്കാതെ മക്കൾക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ച മാതാപിതാക്കളുണ്ട്, അമ്മമാരുണ്ട്, അതുപോലെ അപ്പന്മാരുണ്ട്. അവിടെയും അവർ മറ്റൊരു വിവാഹം കഴിച്ചാൽ അവരുടെ സുരക്ഷിതത്വം അവിടെ മെച്ചപ്പെട്ടേനെ. പക്ഷെ തന്റെ മക്കൾക്ക് താൻ മറ്റൊരു വിവാഹം കഴിച്ചാൽ അവരൊരു രണ്ടാനമ്മയായി പോകുമോ അല്ലെങ്കിൽ രണ്ടാനപ്പനായി പോകുമോ എന്ന ധാരണയാൽ ഒറ്റയ്ക്ക് പിടിച്ചു നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി മക്കളെ ഒരു നിലയിൽ എത്തിച്ചു കഴിഞ്ഞാൽ, അവരുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയോടൊപ്പം അവരുടെ സുഖത്തിന് വേണ്ടി, ഒരുപക്ഷെ ആ ഭാര്യയുടെ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുന്നത് തന്റെ മകളെ ആയിരിക്കും, മകളുടെ സുരക്ഷിതത്വത്തിനായി. കാരണം മരുമകൻ തന്റെ മകളോടൊപ്പം ചേർന്നില്ല എങ്കിൽ
തൻ്റെ സ്വത്ത്, ആ വീടിന്റെ സ്വത്തുക്കൾ അല്ലെ മകന്റെയോ അല്ല മരുമകന്റെയോ അല്ലെങ്കിൽ മകളുടെയോ അല്ലെങ്കിൽ മകളുടെയും ഭർത്താവിന്റെയും സ്വത്തുക്കളോ സമ്പത്തോ അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി വീതിച്ച് കൊടുക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ ആ അമ്മയെയോ അപ്പനെയോ നോക്കുന്നതിനോട് ഒപ്പം അവരുടെ പേരക്കിടാങ്ങളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഭയം ഈ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒറ്റപ്പെട്ടുപോയ മാതാപിതാക്കളെക്കാളും കൂടുതലായി ഉണ്ടാകുന്നു. അവിടെയും ഈ ഒറ്റയ്ക്ക് നിന്ന് സഹിച്ച് തങ്ങളുടെ മക്കളെ വളർത്തുന്ന അവർ കറിവേപ്പിലകളാകുകയാണ്. ഇതുപോലെ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയവരെയും നമുക്കറിയാം. വിവാഹം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടി തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ അധ്വാനവും മാറ്റിവെച്ച് അവരെയെല്ലാം വിവാഹം കഴിപ്പിച്ച് അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച് അവർക്കൊരു ജോലിയായി കഴിയുമ്പോഴേക്കും തങ്ങൾ വിവാഹം കഴിക്കേണ്ട പ്രായം കഴിഞ്ഞുപോയി കാണും. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അവരുടെ പുറകെ നടന്ന് വിവാഹം കഴിപ്പിക്കാൻ മാതാപിതാക്കൾ ഇല്ല എങ്കിൽ, അവരെ സപ്പോർട്ട് ചെയ്യുകയില്ല എങ്കിൽ അവർ സ്വയം എനിക്കൊരു വിവാഹം കഴിക്കണം എന്ന് പറയുകയില്ല. അതുപോലെ തന്നെയാണ് തൻ്റെ അനിയത്തിമാരെ കെട്ടിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോരാടി അവരെ പഠിപ്പിച്ച് ജോലിയാക്കി വിവാഹം കഴിക്കുന്ന സഹോദരിമാരുടെയും കാര്യങ്ങൾ. അവരെ വിവാഹം കഴിപ്പിച്ചയക്കണം എന്ന് സുരക്ഷിതരായ അവരുടെ താഴെയുള്ളവർ ഒരിക്കലും ചിന്തിക്കുകയില്ല. അവിടെയും ഈ സഹന സമരം നടത്തുന്നവർ സമരം നടത്തുന്നില്ല, സഹനം മാത്രം നടത്തി അവിടെ വേറിട്ട് കറിവേപ്പിലകളാവുന്ന ചരിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. തിരിച്ചറിവിന്റെ സമയം സ്വയം കണ്ടെത്തണം, കറിവേപ്പില ആവാതിരിക്കാൻ. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. മക്കളാൽ സഹോദരങ്ങളാൽ ഒക്കെ ചവിട്ടി താഴ്ത്തപ്പെടാതിരിക്കാൻ, ഓണത്തപ്പനെ പോലെ വർഷത്തിൽ ഇടയ്ക്ക് മക്കൾക്ക് കാഴ്ച വസ്തു ആവാതിരിക്കാൻ പുതിയൊരു തലമുറ സ്നേഹത്തിൽ വളരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഹാപ്പി ഓണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.